സമ്പൂർണ്ണ ജൈവ കാർഷിക കേരളം എന്ന ലക്ഷ്യം നേടുന്നതിനുള്ള ചുവടുവയ്പുകളിൽ ഗുണമേന്മയുള്ള നടീൽ വസ്തുക്കൾ വേണ്ട സമയത്തെല്ലാം കർഷകർക്ക് ലഭ്യമാക്കുക എന്നതും വളരെ നിർണായകമാണ്. വിഷമില്ലാത്ത പച്ചക്കറി വീടുവളപ്പിൽ കൃഷി ചെയ്യുന്ന രീതി മലയാളികൾക്ക് പൊതുവെ ഒരു ശീലമായി ആഗ്രഹമായി മാറിക്കൊണ്ടിരിക്കുകയാണിപ്പോൾ. ഇത് വിജയിക്കാമെങ്കിൽ ഗുണനിലവാരമുള്ള നടീൽ വസ്തുക്കൾ ഓരോരുത്തർക്കും ആവശ്യമുള്ളത്ര മാത്രം വേണ്ട സമയങ്ങളിൽ കിട്ടേണ്ടിയിരിക്കുന്നു. പ്രാദേശികമായി നല്ല പച്ചക്കറി തൈകൾ നടാൻ പാകമായി കിട്ടുന്ന രീതി വ്യാപകമാകുവാൻ കാർഷിക കേരളത്തിന് ഒരു മാതൃകയാകുകയാണ് ഒരു യുവ കർഷകൻ നടത്തുന്ന സംരംഭമായ CR ഹൈടെക് നഴ്സറി. പിറന്നതോടുകൂടി ഈ ഒരു വർഷം ഒട്ടേറെ ലക്ഷ്യങ്ങൾ നേടാൻ ഉണ്ട് എന്നുള്ള പ്രതിജ്ഞയിലാണ് കേരളീയർ. 2016 അവസാനത്തോടുകൂടി പൂർണ്ണമായ ജൈവ കാർഷിക സംസ്ഥാനമാക്കുമെന്ന് നമ്മൾ പ്രതിജ്ഞ ചെയ്തു കഴിഞ്ഞു. ആ ലക്ഷ്യത്തിലേക്ക് അടുക്കാനായിട്ട് ഒറ്റയ്ക്കും കൂട്ടായും സർക്കാർ തലത്തിലും കർഷകരുടെ തലത്തിലും ഒക്കെ ശ്രമങ്ങൾ നടത്തി വരികയാണ്. ഈ ലക്ഷ്യം പ്രാപ്തിക്ക് എന്തൊക്കെയാണ് ഇനി നമ്മൾ തരണം ചെയ്യേണ്ടത് എന്നുള്ള പ്രശ്നങ്ങളെക്കുറിച്ച് പഠിക്കാനൊരു ഗവേഷണ പഠനം ഈ അടുത്ത കാലത്ത് നടക്കുകയുണ്ടായി. കേരളത്തിൽ പല ജില്ലകളിലും നേരിട്ട് കർഷകരിൽ നിന്നുള്ള പ്രശ്നങ്ങൾ ശേഖരിച്ചിട്ട് ഒന്നാമതായി കണ്ടെത്തിയത് വേണ്ടത്ര നടീൽ വസ്തുക്കൾ വേണ്ട സമയത്ത് കിട്ടാനില്ല എന്നുള്ളതാണ്. ഈ ഒരു പ്രധാന പ്രതിബന്ധം തടസ്സം തരണം ചെയ്യാനായി ഇതാ ഒരു മാതൃക ഇന്ന് നമ്മുടെ മുമ്പിലുണ്ട്. CR ഹൈടെക് നഴ്സറി എന്ന പേരിൽ ഒരു സ്ഥാപനം നടത്തി ലക്ഷക്കണക്കിന് പച്ചക്കറി തൈകൾ ഉൽപ്പാദിപ്പിച്ച് പല സ്ഥലങ്ങളിലും എത്തിച്ചു കൊടുക്കുന്ന കർഷകർക്ക് ഒരു വലിയൊരു ആശാകേന്ദ്രമായി മാറിയ CR ഹൈടെക് നഴ്സറി നടത്തുന്ന ബിജുവിനെയാണ് നമ്മളിന്ന് പരിചയപ്പെടുന്നത്. ബിജു പരിചയപ്പെടുത്തട്ടെ, എന്താണ് CR നഴ്സറി എന്ന് പേര് വരാൻ കാരണം? എൻ്റെ അച്ഛൻ സമ്പൂർണ്ണ കൃഷിക്കാരനായിരുന്നു. പാരമ്പര്യമായിട്ട് തന്നെ ഞങ്ങൾ കൃഷി ചെയ്യുന്നതായിരുന്നു. അപ്പോൾ അച്ഛന് കൂടുതൽ പച്ചക്കറിയോട് താല്പര്യം ഉണ്ടായിരുന്നു. അവൻ പച്ചക്കറി കൃഷി നമ്മളെ ചെറുപ്പകാലം തുടങ്ങി ചെയ്തുകൊണ്ടിരുന്നതായിരുന്നു. എന്തായിരുന്നു അച്ഛൻ്റെ പേര്? രാമൻകുട്ടി. CR എന്ന് പറയുമ്പോൾ ചുക്കുറുമ്പൽ രാമൻകുട്ടി എന്നാണ് ആ പേര്. ആ പേര് അച്ഛൻ മരിച്ചിട്ടിപ്പം 20 വർഷത്തോളം ആവുന്നു. അപ്പം അച്ഛൻ്റെ ഓർമ്മയ്ക്ക് വേണ്ടി തന്നെയാണ് അങ്ങനെ ഒരു പേര് നാമകരണം ചെയ്തത്. അപ്പൊ ഈ പുത്രൻ അച്ഛനൊരു ജീവിക്കുന്ന സ്മാരകം ഒരുക്കിയിരിക്കുകയാണ് CR ഹൈടെക് നഴ്സറിയിലൂടെ അല്ലേ? എത്ര വർഷമായി CR ഹൈടെക് നഴ്സറി ആയിട്ട്? ഇപ്പൊ 7 വർഷമായി. 7 വർഷത്തിന് മുമ്പ് എന്തായിരുന്നു ബിജുവിന്റെ? പച്ചക്കറി കൃഷിയായിരുന്നു. കർഷകനായിരുന്നു. എന്തൊക്കെ പച്ചക്കറിയാണെന്ന് കൃഷി ചെയ്തിരുന്നു? പയറ്, പാവല്, പടവലം. അത് ശരി. ആ 3 വെറൈറ്റി. ഈ നഴ്സറിയിലേക്ക് തിരിയാനുള്ള കാരണം എന്താ? പച്ചക്കറി കൃഷിയിൽ കൂടുതലായിട്ട് ചെലവ് കൂടുതൽ നമുക്ക് വരുന്നു. അതുപോലെ തന്നെ നമുക്ക് കിട്ടുന്ന ചില സമയത്തുണ്ടാകുന്ന വിലയിടിവ് നമുക്ക് തരണം ചെയ്യാൻ പറ്റാതെ വന്നു. അതുപോലെ തന്നെ നമ്മൾ അതിനകത്ത് പ്രയോഗിക്കുന്ന മാരകമായ കീടനാശിനികളുടെ അളവ് ഞാൻ തന്നെ വിഷം ചേർത്തിട്ടുണ്ട്. അപ്പോൾ ആ വിഷത്തിൽ നിന്ന് കുറച്ച് ആൾക്കാരെങ്കിലും നമുക്ക് ഇനിയുള്ള കാലഘട്ടത്തിൽ ഇത് മാറ്റം വരുത്താൻ സാധിക്കുന്ന നല്ല ഇനം വിത്തുകൾ കൊടുക്കുക എന്നുള്ളത്. അപ്പം നല്ല ഇനം വിത്തുകൾ എന്ന് പറഞ്ഞാൽ 10ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ തന്നെ പല കമ്പനികളുടെ ഇതുകൊണ്ട് നല്ല ഹൈബ്രിഡ് കമ്പനികളിൽ പോയി കാണാൻ ഇടയായതുകൊണ്ട് അപ്പം അങ്ങനെയുള്ള കമ്പനികളുടെ വിത്തുകൾ നമ്മുടെ നാട്ടിൽ മാത്രമില്ല. അതാണ് കേരളത്തിലെ ഏറ്റവും വലിയ പരാജയം. ശരി. അതായത് ഹൈബ്രിഡ് വിത്തുകൾ നമുക്ക് വേണ്ടത് കിട്ടാനില്ല. അതിനാണോ ഡിമാൻഡ് ഇവിടെ? അതെ. അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ നഴ്സറിയെ ഏറ്റവും കൂടുതൽ ഇന്ന് ആൾക്കാർ ഇത് മുൻകൂട്ടി പിന്നീട് വന്നുകൊണ്ടിരിക്കും. അപ്പോൾ ബിജു ഉണ്ടാക്കുന്നത് ഹൈബ്രിഡ് ആണല്ലേ? അത് എല്ലാ ഇനം പച്ചക്കറികളും? എല്ലാ ഇനവും ഉണ്ട്. അതായത് 60 ഇനം പച്ചക്കറിയും മൊത്തത്തിൽ 100 ഇനങ്ങളും ഉണ്ട്. അതായത് 60 സൈസ് പച്ചക്കറി 100 ഇനമുണ്ട്. അപ്പോൾ ചിലർ അതായത് വഴുതനയൊക്കെ ആകുമ്പോൾ 6 ടൈപ്പ് ഉണ്ട്, കളറിൽ വ്യത്യാസമുള്ളത്. അതായത് ഓരോന്നിലും. അപ്പോൾ ഇതിൽ നിന്ന് എനിക്ക് മനസ്സിലാവുന്ന വിത്തായിട്ട് വാങ്ങിച്ച് തയ്യാക്കി കൊടുക്കുന്നു, അതാണ്. വിത്ത് ഉണ്ടാക്കുന്നില്ല. വിത്ത് ഉണ്ടാക്കുന്നതെന്ന് പറഞ്ഞാൽ ചില നാടൻ ഇനങ്ങൾ, ഉദാഹരണത്തിന് മറ്റേ ചതുരപ്പയറ്, നിത്യവഴുതന, അങ്ങനെ വെട്ടുകത്തിപ്പയർ. അതൊരു പുതിയ ആശയമാണ്. അതായത് നമ്മുടെ നാട്ടിൽ നിന്ന് മൺമറിഞ്ഞു പോയിക്കൊണ്ടിരുന്ന ചതുരപ്പയർ, നിത്യവഴുതന. പിന്നെ കഴിഞ്ഞ വർഷം ഏറ്റവും കൂടുതൽ ചെലവുണ്ടായ സാധനമാണ് താമരക്കണ്ണൻ ചേമ്പ് എന്ന് പറഞ്ഞാൽ നമ്മളിവിടെ ഉണ്ടായിക്കൊടുക്കും. വലിയ സേവനം കൂടിയാണ്. ബിസിനസ് മാത്രമല്ല തോന്നുന്നല്ലേ? ബിസിനസ് മാത്രമായിട്ട് ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റത്തില്ല. നമ്മൾ കസ്റ്റമറുമായിട്ട് ആ ഒരു ഡീലിങ് ഉണ്ട്. കാരണം അതെന്താണെന്ന് ചോദിച്ചാൽ അതിനകത്ത് തുടക്കം തുടങ്ങി അനുഭവപ്പെട്ടത് എന്താണെന്ന് ചോദിച്ചാൽ പച്ചക്കറിയുടെ പ്രത്യേകത എന്ന് പറയുന്നത് ഒരു വർഷത്തിൽ ഒരു 4 തവണയെങ്കിലും പച്ചക്കറി നടാം.
ശരിക്കും നമുക്ക് 3 സീസൺ എന്ന് പറഞ്ഞാൽ 4 തവണയെങ്കിലും നമുക്ക് നട്ടാം. അത് ശരി. അപ്പോൾ അതുകൊണ്ട് ഒരു കസ്റ്റമറിനെ സംബന്ധിച്ച് 4 തവണ തൈകൾ ആവശ്യമായിട്ട് വരും. ഈ തൈ നഴ്സറിയുടെ സങ്കല്പത്തിലേക്ക് വരാനുള്ള കാര്യം ഒന്നറിഞ്ഞാൽ കൊള്ളാമല്ലോ. എങ്ങനെയാണ് വരാനുണ്ടായിരുന്ന കാര്യം, അങ്ങനെ ഈ മയമായ പച്ചക്കറികളാണ് സമൂഹത്തിൽ ഏറ്റവും കൂടുതൽ കിട്ടുന്നത്. അപ്പോൾ എല്ലാവരുടെയും വീട്ടുവശത്ത് ഹൈബ്രിഡ് സീഡുകൾ കിട്ടത്തില്ല. അതെ, കിട്ടത്തില്ലാത്തതുകൊണ്ട് നമ്മൾ ആ ഹൈബ്രിഡ് സീഡ് കൊടുക്കാനായ ഒരു സംവിധാനം നോക്കിയപ്പോൾ അത് പാടുവരുന്നു. കാരണം അതിൻ്റെ വില കാണുമ്പം അരി കാണുമ്പോൾ കുറച്ചേ ഉള്ളൂ, വില കൂടുതലും. അപ്പം അത് മാനസികമായിട്ട് കസ്റ്റമർ ഉൾക്കൊള്ളുകയാണ്. അപ്പം തയ്യാക്കി കൊടുക്കാൻ അവർക്ക് 10-20 ദിവസത്തെ ലാഭമുണ്ട്. ഇത് പാരമ്പര്യ ആവശ്യത്തിന് മാത്രം മതി. അതുപോലെ തന്നെ സാധനം വേസ്റ്റ് ആകുന്നില്ല. തുടക്കത്തിൽ എങ്ങനെയാണോ ഈ നിൽക്കുന്ന പോളി ഹൗസ് അല്ലേ, ഇതുപോലെ എത്ര പോളി ഹൗസ് ഉണ്ട്? 4. ഇതുപോലെ പോളി ഹൗസിലാണോ തുടക്കം? അല്ലല്ല, സാധാരണ പോളി ഷീറ്റ് പ്ലാസ്റ്റിക് നമ്മൾ കേരവള്ളി ഉപയോഗിച്ച് വലിച്ചു കെട്ടി അതിന്റെ കീഴിലായിരുന്നു തുടക്കം. അതായത് നമ്മൾ പച്ചക്കറി നട്ടിരുന്ന പറമ്പിൽ കണ്ടതില്ല. ഈ സ്ഥലം കൃത്യം സ്വന്തം സ്ഥലം തന്നെ. അതെ, അത് ഈ സ്ഥലത്തിന്റെ പേരെന്താണ്? നാങ്കുതൊട്ടി. അത് ഞാൻ നാങ്കുതൊട്ടി അന്വേഷിച്ചാ വന്നത്. എന്നാലും ഒന്ന് നമ്മൾ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ലക്ഷക്കണക്കിന് പ്രേക്ഷകരുണ്ട്. ഈ വർഷം ഇതിന് വലിയ താല്പര്യമുള്ള വിഷയമാണ്. അപ്പോൾ നാങ്കുതൊട്ടി എന്ന ഇടുക്കി ജില്ലയിലെ കട്ടപ്പനയ്ക്കടുത്ത് അതല്ലേ, ഇരട്ടയാർ പഞ്ചായത്തിൽപ്പെട്ടതാണ്. അപ്പോൾ ഈ പച്ചക്കറി നട്ടിരുന്ന പറമ്പിൽ പോളി ഷീറ്റ് ഉപയോഗിച്ച് ആണ് നട്ട്. എങ്ങനെയാണ്, എത്രണ്ണം, എന്തൊക്കെയായിരുന്നു? 1000 തയ്യലാണ് ആദ്യം തുടങ്ങിയത്. അത് കഴിഞ്ഞ് നമ്മുടെ എന്തൊക്കെയായിരുന്നു? അതാണ് ഏറ്റവും ഡിമാൻഡുള്ള ക്യാബേജും കോളിഫ്ലവറും ആയിരുന്നു. ഏറ്റവും കൂടുതൽ ആൾക്കാർ എതിർക്കുന്ന ഒരു സംഭവം. 4-5 വർഷം മുമ്പ്, 7 വർഷം. അപ്പോഴേക്കും ക്യാബേജ് കോളിഫ്ലവർ നമ്മുടെ നാട്ടിൽ പ്രചാരത്തിലായി കഴിഞ്ഞു. എന്ന് പറഞ്ഞാൽ അങ്ങനെ ആൾക്കാർക്ക് കിട്ടുന്നില്ല, സാധനം കിട്ടാനില്ല, താല്പര്യമായപ്പോൾ. അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ അത് കണ്ടിന്യൂസ് എല്ലാ ഐറ്റവും ആക്കി നമ്മളത് കണ്ടിന്യൂസ് ചെയ്യുകയാണ്. അത് ശരി. അപ്പോൾ അതുകൊണ്ട് എന്നും അത് കഴിഞ്ഞിട്ട് കൃഷി വകുപ്പാണ് നമ്മളെ അതിൽ നിന്ന് ഈ ഹൈടെക് സംവിധാനത്തിലേക്ക് ഉയർത്തിയത്. സേവനമാണ്. കാരണം അതിൽ ഏറ്റവും അന്നുണ്ടായിരുന്ന കൃഷി ഓഫീസറായിട്ട് ടി തോമസ് സാറാണ്. അതിനകത്ത് തോമസ് സാർ എന്ന് പറഞ്ഞാൽ കൃഷി ഓഫീസർ എവിടെ? നമ്മുടെ ഇരട്ടയാർ. അത് ശരി. അദ്ദേഹം എവിടെയാണ് ഇപ്പോൾ? ഇപ്പം അദ്ദേഹം കട്ടപ്പന അസിസ്റ്റന്റ് ഡയറക്ടറായിട്ട് ഇവിടെ തന്നെ ഉണ്ട്. ശരി. അപ്പോൾ അന്നത്തെ എന്തായിരുന്നു ആ പ്രേരണ എന്തായിരുന്നു വെച്ചാൽ, എനിക്ക് ഒരു പ്രൈവറ്റ് ഏജൻസി ഒരു ഓർഡർ തന്നു. ആ ഓർഡർ അവരെടുത്തില്ല തൈകൾ. അപ്പോൾ ഒറ്റയടിക്ക് തന്നെ 4-5 ലക്ഷം രൂപയുടെ ഇത് വന്നു. അപ്പോൾ എൻ്റെ വൈഫിൻ്റെ സ്വർണ്ണങ്ങൾ വരെ പണയം വെച്ചത് എല്ലാം പോയി. അങ്ങനെ ഒത്തിരി ഇല്ലായിരുന്നു. പോളി ഹൗസ് ഇല്ലായിരുന്നു. തുറന്ന സ്ഥലത്ത് ഒട്ടനേറെ 4-5 ലക്ഷം തൈയൊക്കെ അന്നുണ്ടാക്കുമായിരുന്നു. ഓർഡറായിരുന്നു. 4-5 ലക്ഷമല്ല, 4-5 ലക്ഷം രൂപയുടെ മുതൽ. അത്രയും തൈകൾ ഉണ്ടാക്കി. അതിനകത്ത് 2 ലക്ഷം രൂപ എനിക്ക് നഷ്ടം വന്നു. എന്നിട്ട് അതിൽ ഇങ്ങനെ ആ തൈകൾ നമ്മൾ നശിപ്പിച്ച് കളഞ്ഞില്ല. ആ തൈകൾ നമ്മൾ ജനശ്രീ വഴി സൗജന്യമായിട്ട് കൊടുത്ത് ഈ പരിപാടി ക്ലോസ് ചെയ്തത്. നഴ്സറി അന്നേരമാണ് തോമസ് സാറുമായിട്ട് ഇങ്ങനെ ബന്ധപ്പെട്ട് തോമസ് സാറാണ് വന്ന് ഇത് താൻ നിർത്തരുത്, ഇത് പിന്നെ ആൾക്കാർ ഇത് വരത്തില്ല. എന്താ അദ്ദേഹം ചെയ്തത്? ആ ഒരു കൃഷി ഓഫീസർ ഇങ്ങനെയാണ് തന്നെ പച്ചയായിട്ട് തന്നെ പറഞ്ഞു, ഈ പ്രസ്ഥാനം നിർത്തി കഴിഞ്ഞാൽ ഇത് തുടങ്ങാൻ വേറെ ആരുമില്ല, ഇത് തന്നെ കൊണ്ട് പറ്റുള്ളൂ. അതുകൊണ്ട് താൻ ഇത് തുടരാനുള്ള സംവിധാനം, ഇനി ഇങ്ങനെ നഷ്ടങ്ങൾ ഉണ്ടായാൽ അത് നമുക്ക് തിരിച്ചു പിടിക്കാനുള്ള സംവിധാനം. അങ്ങനെയാണ് പോളി ഹൗസിലേക്കൊക്കെ വരുന്നത്. അങ്ങനെയാണ്. വർഷമാണ് ശ്രീ ബിജു ചുക്കുറുമ്പേൽ ഇരട്ടയാർ പഞ്ചായത്തിലെ ഒരു പച്ചക്കറി നഴ്സറി ആരംഭിക്കുന്നത്. ആ കാലഘട്ടത്തിൽ ഞാൻ ഇരട്ടയാർ അഗ്രികൾച്ചർ ഓഫീസറായിട്ട് ജോലി ചെയ്തു വരികയായിരുന്നു. ആരംഭത്തിൽ ശ്രീ ബിജു വളരെ കുറച്ച് തൈകൾ മാത്രം ഉൽപ്പാദിപ്പിച്ച് സമീപമുള്ള കർഷകർക്ക് വിതരണം ചെയ്യുകയായിരുന്നു. അപ്പോൾ അത് കുറച്ച് ലാഭകരമായി എന്ന് കണ്ടു. ശ്രീ ബിജു കാർഷിക പാരമ്പര്യവും പരിചയവുമുള്ള ഒരു കർഷകനായിരുന്നു, യുവ കർഷകനാണ്. അദ്ദേഹം കുറേ കൂടുതൽ തൈകൾ ഉൽപ്പാദിപ്പിച്ചു. പക്ഷേ എന്തുകൊണ്ടോ ആ തൈകൾ വിൽക്കാൻ സാധിക്കാതെ വരികയും ശ്രീ ബിജു വളരെ ഒരു കടബാധ്യത, അദ്ദേഹത്തിൻ്റെ വീട്ടിലുണ്ടായിരുന്ന സ്വർണ്ണമൊക്കെ വിൽക്കേണ്ടി വരെ ഒരു ബാധ്യതയിലേക്ക് വന്നു. ആ സമയത്ത് ഇദ്ദേഹം പിന്തിരിഞ്ഞ് പോകുന്ന ഒരു സാഹചര്യമുണ്ടായി. അപ്പോൾ എന്നെ സമീപിക്കുകയും, പക്ഷേ പച്ചക്കറി തൈകളുടെ നമ്മുടെ നാട് ഇന്ന് അഭിമുഖീകരിക്കുന്ന നമ്മൾ സേഫ് ടു ഈറ്റ് എന്നുള്ള ആ കൺസെപ്റ്റിലേക്ക് പോയിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ നാട് അഭിമുഖീകരിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നം ക്വാളിറ്റിയുള്ള, അതായത് നല്ല ഗുണമേന്മയുള്ള നടീൽ വസ്തുക്കളുടെ അഭാവമായിരുന്നു. അപ്പോൾ ശ്രീ ബിജുവിനെ പോലെ ഒരാൾ മുന്നോട്ട് വന്നപ്പം അദ്ദേഹത്തിന് എന്ത് കാരണവശാലും ഇതിൽ പിടിച്ചു നിർത്തണമെന്ന് എനിക്ക് തോന്നുകയും അതിനുവേണ്ടി ഇരട്ടയാർ സഹകരണ ബാങ്കിൽ നിന്ന് ഒരു ലോൺ അറേഞ്ച് ചെയ്ത് കൊടുത്തു. അതുപോലെ തന്നെ ഇരട്ടയാർ ഗ്രാമപഞ്ചായത്തിലെ ഒരു പച്ചക്കറി എല്ലാ വീടുകളിലും പച്ചക്കറിയുടെ കാര്യത്തിൽ സ്വയം പര്യാപ്തതയിലെത്താനായിട്ട് എൻ്റെ ഗ്രാമം ജൈവഗ്രാമം എന്ന് പറഞ്ഞൊരു പദ്ധതി അന്നത്തെ പഞ്ചായത്ത് പ്രസിഡന്റിനോട്
ചേർന്ന് ആസൂത്രണം ചെയ്ത് അത് കഴിഞ്ഞ് ശ്രീ ബിജുവിന് പിന്നെ അദ്ദേഹം അതിൽ പല റിസർച്ച് സ്റ്റേഷനുകളിലും നമ്മുടെ അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റിയുടേതും മറ്റ് അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റിയും പല റിസർച്ച് സ്റ്റേഷനിൽ ഇപ്പോൾ ഇതിനെപ്പറ്റി ട്രെയിനിങ് ഒക്കെ പങ്കെടുത്ത് നല്ല വിപുലമായ രീതിയിലേക്ക് മുന്നോട്ട് വന്നപ്പോൾ ഞാൻ സ്റ്റേറ്റ് ഹോർട്ടിക്കൾച്ചർ മിഷനുമായിട്ട് ബന്ധപ്പെട്ട അന്നത്തെ ഡെപ്യൂട്ടി ഡയറക്ടർ ഹോർട്ടിക്കൾച്ചർ ഷാജി മണക്കാടിൻ്റെ ഒരു സപ്പോർട്ടോടു കൂടി ഹോർട്ടിക്കൾച്ചർ മിഷൻ ഒരു പോളി ഹൗസ് സാങ്ഷൻ ചെയ്തു. അതോടുകൂടി ഇപ്പോഴത്തെ പ്രിൻസിപ്പൽ കൃഷി ഓഫീസറായിട്ടിരിക്കുന്ന ശ്രീമതി ഉഷാകുമാരി മാഡം വെജിറ്റബിൾ സ്കീമിലേക്ക് വരികയും മാഡത്തിൻ്റെ ഒരു സ്ട്രോങ് ആയിട്ടുള്ള, അതായത് നല്ല ഒരു സപ്പോർട്ടോടു കൂടി ശ്രീ ബിജു ഇന്ന് സ്വയം പര്യാപ്തതയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്ന നല്ല ഒരു യുവ കർഷകനാണ്. ഇടുക്കി ജില്ലയിലെ ഇരട്ടയാർ പഞ്ചായത്തിലെ ബിജു നടത്തുന്ന ഈ സ്ഥാപനത്തിൽ ലക്ഷക്കണക്കിന് പച്ചക്കറി തൈകളാണ് ഉൽപ്പാദിപ്പിക്കുന്നത്. ജില്ലയിലും പുറത്തുമുള്ള കർഷക കൂട്ടായ്മകൾക്കും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും പച്ചക്കറി ക്ലസ്റ്ററുകൾക്കും ആവശ്യമുള്ള നടാൻ പാകമായ തൈകൾ തയ്യാറാക്കുന്നതിനു പുറമെ വീട്ടുവളപ്പിലും ടെറസിലുമൊക്കെ നട്ടുവളർത്തുന്നവർക്ക് ആവശ്യമായ ചെറിയ തോതിൽ നടീൽ വസ്തുക്കളും ജൈവവളങ്ങളും ജൈവ കീടരോഗ നിയന്ത്രണ മാർഗങ്ങളും അടിസ്ഥാന തലത്തിലുള്ള ഉപദേശങ്ങളുമൊക്കെ ഈ സ്ഥാപനത്തിൽ ലഭ്യമാണ്. അങ്ങനെ പോളി ഹൗസിന് സഹായം കൃഷി വകുപ്പിൻ്റെ പിൻബലം കിട്ടി. എന്നിട്ട് പിന്നെ എന്തൊക്കെയാണ് ചെയ്തേ? അത് കഴിഞ്ഞ് പോളി ഹൗസ് പണിതതിന് ശേഷം നമുക്ക് കറക്റ്റ് തൈകൾ നല്ല ക്വാളിറ്റിയോട് കൂടി ഓപ്പൺ ഏരിയയിൽ കൂടുതൽ നമുക്ക് ഉൽപ്പാദിപ്പിക്കുന്ന തൈകളുടെ കാലാവസ്ഥ, അതായത് ഏറ്റവും പ്രധാനം എന്താണെന്ന് വെച്ചാൽ വർഷകാലത്ത് മഴ വരുന്ന സമയത്ത് മഴയത്താണ് നമ്മൾ തൈകൾ ഇടുന്നത്. അപ്പോൾ പുറത്ത് ഭയങ്കര മഴയാണ്, പക്ഷെ നമ്മൾ തൈകൾ സുരക്ഷിതമായിട്ടിടും. മഴ കഴിയുന്ന അതേ സമയത്ത് തന്നെ നമുക്കിത് ഡെലിവറി ചെയ്യാൻ പറ്റും. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ കൃഷിക്കാർക്ക് ഏറ്റവും വലിയ സന്തോഷം, പ്രത്യേകിച്ച് പയറ് പാവലൊക്കെ വ്യവസായ അടിസ്ഥാനത്തിൽ ക്ലസ്റ്ററുകളൊക്കെ രൂപീകരിച്ച് കൃഷി ചെയ്യുന്നവർക്കാണ് അത് ഭയങ്കര പണി. കാരണം ഈ പോളി ഹൗസിലാവുമ്പം മഴക്കാലത്ത് അവർ തൈ ഇട്ടതായിട്ട് വരികയും ചെയ്യും. കറക്റ്റ് സമയത്ത് നമുക്ക് ഉൽപ്പാദനം, അതായത് ഓണമൊക്കെ വരുന്ന ആ ഒരു സ്റ്റേജ് കറക്റ്റ് നമുക്ക് പച്ചക്കറി ഉണ്ടാക്കാൻ പറ്റും. അപ്പം അതുകൊണ്ട് ഈ പോളി ഹൗസ് ആണ് ഏറ്റവും വലിയ അനുഗ്രഹമായി ഡിപ്പാർട്ട്മെന്റ് തന്നെയാണ് മുതൽക്കൂട്ടായിട്ട് നിൽക്കുന്നത്. അത് നാടിന് വലിയൊരു സേവനമാണ്. വലിയ സേവനമാണ്. കാരണം അവരെ സംബന്ധിച്ച് മഴയുള്ള സമയത്ത് അരി ഇട്ട് കഴിഞ്ഞാൽ ചീഞ്ഞു പോകും. അതേ സ്ഥാനത്ത് നമ്മൾ തൈയായിട്ട് കൊടുക്കുന്നതുകൊണ്ട് അവർക്ക് അത്രയും ദിവസം നമുക്ക് സേവ് ചെയ്യാൻ പറ്റും. ഇടയ്ക്ക് ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, ഇത് ഈ പോളി ഹൗസിനെ പറ്റി ധാരാളം പരാതികൾ കേൾക്കുന്നുണ്ട്. ഇതിൽ പായൽ പിടിച്ചു, സൂര്യപ്രകാശം ഇല്ലാതാവുന്നു, രോഗങ്ങൾ വന്നുകൂടി എല്ലാം തകർത്ത് കളയുന്നു, ഇങ്ങനെ ധാരാളം പരാതികൾ കേരളത്തിൽ പല ഭാഗത്തും ഞാൻ കേട്ടിട്ടുണ്ട്. ബിജുവിൻ്റെ അനുഭവം എന്താണ്? എൻ്റെ അനുഭവത്തിൽ പോളി ഹൗസ് പരാജയമല്ല, പക്ഷേ നമ്മൾ അതിന് വേണ്ടി ശ്രദ്ധ ചെയ്ത് കൈകാര്യം ചെയ്യണം. എന്തൊക്കെയായിരിക്കും? പോളി ഹൗസ് ഏറ്റവും കുറഞ്ഞ 4 മാസത്തിൽ ഒരു തവണയെങ്കിലും ഫുൾ ക്ലീനിങ് ആണ്. എന്ന് വെച്ചാൽ കഴുകി വൃത്തിയാക്കണം. ഷീറ്റും മൊത്തം പായലും മൊത്തം സൈഡിലുള്ള ഇതല്ല. കാരണം പായലായി കഴിയുമ്പോൾ ഓട്ടോമാറ്റിക് ആയിട്ട് തന്നെ അവിടെ ഫംഗസ് വരും. ഫംഗസ് വന്നു കഴിയുമ്പോൾ അകത്ത് കയറും. പ്രത്യേകിച്ച് മഴക്കാലത്ത് അകത്ത് ഈർപ്പം കൂടുതൽ നിൽക്കുന്നതുകൊണ്ട് കൂടുതൽ രോഗങ്ങളും കീടങ്ങളും വരും. അതുകൊണ്ട് അത് നമ്മൾ മുൻകൂട്ടി കരുതി നമ്മൾ കറക്റ്റായിട്ട് ക്ലീൻ ചെയ്തുകൊണ്ടിരുന്ന പോളി ഹൗസുകൾ ഒരിക്കലും പരാജയമാണ്. വാങ്ങാൻ വരുന്ന ആളുകൾ ഒരു ദിവസം ഏകദേശം ശരാശരി എത്ര പേര് വരും? അതായത് സീസൺ അനുസരിച്ച് വ്യത്യാസം. 50 പേരിന് മുകളിൽ വരുന്നുണ്ട് ഒരു ദിവസം. ഒറ്റപ്പെട്ട കർഷകർ മാത്രം. അത് പല സ്ഥലത്തുനിന്ന് വരുന്നവർ. ഈ ജില്ലയിൽ നിന്നുണ്ട്, പുറത്തെ ജില്ലകളിൽ വരാറുണ്ട്. പിന്നെ ഈ ജില്ലയിൽ നിന്നുള്ള നമ്മുടെ ഏറ്റവും കൂടുതൽ ഡിപ്പാർട്ട്മെന്റ് സഹായത്തോടു കൂടി പല ക്ലസ്റ്ററുകൾ രൂപീകരിച്ച് അവരാണ് ഇപ്പം ഓർഡർ തരുന്നത്. അപ്പൊ അവർ കൃഷിക്കാർ ഇപ്പൊ നേരത്തെ ഡിപ്പാർട്ട്മെന്റ് പറഞ്ഞു വിട്ടു, ഇപ്പൊ അവർ നേരിട്ട് തന്നെ നമ്മുടെ ഫോൺ നമ്പർ വഴി നേരിട്ട് തന്നെ ഓർഡറുകൾ തരും. അവർ വരുമ്പോൾ അവർക്ക് മേടിക്കാൻ ഈ തൈ മാത്രമല്ലാതെ വേറെ എന്തെങ്കിലും കൊടുക്കാറുണ്ടോ അവർക്ക്? കാരണം വളങ്ങൾ വേണ്ടി വരും. ഇതിപ്പോൾ വിഷം ഒഴിവാക്കുമ്പോൾ ജൈവ രീതിയിലുള്ള വളങ്ങളോ അല്ലെങ്കിൽ കീടങ്ങളോ രോഗങ്ങളൊക്കെ വരുമ്പോൾ അവർ പോളി ഹൗസിലാവില്ല, പുറത്ത് നടുന്നവരായിരിക്കും. അതിനുള്ള സംവിധാനമൊക്കെ ഇവിടെ ഉണ്ടോ? അതിനുള്ള സംവിധാനം ആയിട്ടില്ല. അല്ല, ഞാനിങ്ങനെ കയറി വരുമ്പോൾ ഒരു ഷോപ്പ് പോലെ, ഒരു സെയിൽസ് കൗണ്ടർ പോലെയും കൂടി കണ്ടു. ഞാൻ വിചാരിച്ചു അതിപ്പോൾ എന്താണെന്ന് ചോദിച്ചാൽ അത് നമ്മൾ വ്യവസായ അടിസ്ഥാനത്തില്ല, അത് ഈ വീട്ടാവശ്യത്തിന് അടുക്കളത്തോട്ടം കൃഷി ചെയ്യുന്നവരെ സംബന്ധിച്ചാണ് ആ ഷോപ്പിൽ അത്യാവശ്യം ചളം വേപ്പും പിണ്ണാക്കും
ഒക്കെ ഉണ്ട്. അങ്ങനെയുള്ള സാധനങ്ങൾ. കാരണം അത് കടകളിൽ പോയി വാങ്ങാൻ ഇന്നത്തെ മലയാളിക്ക് ഒരു വിമുഖതയുണ്ട്. ഹൈ സ്റ്റാൻഡേർഡ് ഉള്ള ഒരു വളക്കടയിലൊക്കെ കയറാന്ന് പറഞ്ഞാൽ ഒരു ചെറിയൊരു ഈഗോ ഉണ്ട്, ഇപ്പോഴും ഉണ്ട്. അങ്ങനെയുള്ളവരെ സംബന്ധിച്ച് വരുന്ന സമയത്ത് അങ്ങനെയുള്ള കുറെ ഐറ്റങ്ങൾ. അല്ല, ഞാൻ ഇപ്പോഴൊന്ന് ചോദിക്കാൻ കാരണം ഇപ്പോൾ ഒരു ഈ ജൈവ രീതിയിലുള്ള കൃഷി ഒരു ഫാഷനായി മാറിക്കൊണ്ടിരിക്കുന്നുണ്ട്. കാരണം വിഷം, ക്യാൻസർ ഇതൊക്കെ പേടി കൊണ്ടാണ്. പക്ഷെ എന്നിട്ടും കടയിൽ പോയി വളം വാങ്ങാനുള്ളൊരു മടി ഇപ്പോഴും ഉണ്ട്. അത് രണ്ട് രീതിയിലും ഉണ്ട്. അതായത് ഒന്ന് ഇപ്പൊ ഞാൻ പറഞ്ഞ ഒരു മടിയുണ്ട്. രണ്ടാമത്തെ കേസ് കടകളിൽ ചെന്ന് കഴിഞ്ഞാൽ ഇത് 1 കിലോ ആയിട്ട് തൂക്കി കൊടുക്കുന്നതിന് ഇല്ല, അങ്ങനെ കിട്ടാനില്ല. കിട്ടാനില്ലാത്തൊരു ബുദ്ധിമുട്ടുണ്ട്. ടെറസിലോ മുറ്റത്തോ ഉള്ള കുറച്ച് ചെടിക്ക് വേണ്ടി കിട്ടാനില്ല. അപ്പൊ അങ്ങനെ ഒരു ഇതുണ്ട്. ലൂസായിട്ട് ഇവിടെ കുറച്ച് കൊടുക്കണ്ടല്ലേ, അത് നല്ലൊരു കാര്യം, അത് വലിയൊരു സേവനം കൂടിയാണ് കേട്ടോ. ബ്ലോക്ക് ലെവൽ ഫെഡറേറ്റഡ് ഓർഗനൈസേഷനിൽ അംഗമായിട്ടുള്ള പച്ചക്കറി ക്ലസ്റ്ററുകൾക്ക് നടീൽ വസ്തുക്കൾ സപ്ലൈ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒരു ബ്ലോക്ക് ലെവൽ ഫെഡറേറ്റഡ് നഴ്സറി രൂപീകരിച്ചു. അതിന് വേണ്ടിയിട്ട് നമ്മളിത് നന്നായിട്ട് പച്ചക്കറി നഴ്സറി തയ്യാറാക്കാൻ താല്പര്യമുള്ള ഒരു കർഷകനെ തേടിയപ്പോഴാണ് ഇരട്ടിയാറ് ചെറിയ ചെറിയ മാർക്കറ്റുകളിൽ പച്ചക്കറി തൈകൾ ഉൽപ്പാദിപ്പിച്ച് വിതരണം ചെയ്യുന്ന ഈ ചുക്കുറുമ്പിൽ ബിജുവിനെ കണ്ടെത്തിയത്. ബിജുവിനോട് കാര്യം പറഞ്ഞു. ബിജു 500 സ്ക്വയർ മീറ്റർ പോളി ഹൗസ് സ്വന്തമായിട്ട് പണിത് അതിൽ തൈകൾ ഉൽപ്പാദിപ്പിക്കാമെന്ന് സമ്മതിച്ചു. അങ്ങനെയാണ് നമ്മൾ ബിജുവിനെ കണ്ടെത്തി ബിജുവിന് വേണ്ട എല്ലാ പ്രോത്സാഹനവും ഡിപ്പാർട്ട്മെൻറ്റ് നൽകി. 500 സ്ക്വയർ മീറ്റർ പോളി ഹൗസിന് 5 ലക്ഷം രൂപ നമ്മൾ ധനസഹായമായിട്ട് അനുവദിച്ചു. അതുകൂടാതെ പിറ്റത്തെ വർഷം റിവോൾവിംഗ് ഫണ്ടായിട്ട് 2 ലക്ഷം രൂപയും അനുവദിച്ചു. ഇപ്പോൾ കുറേശ്ശെങ്കിലും പച്ചക്കറി തൈകൾ വാങ്ങാനെത്തുന്നവരുടെ സൗകര്യം കണക്കാക്കി ചെറിയ ചായക്കപ്പുകളിലാണ് ഇവിടെ വിത്തുപാകി തൈകൾ തയ്യാറാക്കുന്നത്. ആവശ്യക്കാർ ഏറുന്നതോടെ ഒരേ സമയത്ത് ലക്ഷക്കണക്കിന് തൈകൾ ഒരുക്കുവാനായി ഒരു യന്ത്ര സംവിധാനം കൂടി ഒരുക്കുകയാണിവിടെ. ബിജുവിന്റെ ജീവിത പങ്കാളി കവിതയും സ്കൂൾ വിദ്യാർത്ഥികളായ 2 മക്കളും ഈ കാർഷിക സംരംഭത്തിൽ സജീവ പങ്കാളികളാണ്. നമ്മളിപ്പോൾ ഇതൊരു 4 പോളി ഹൗസ് ഉണ്ടെന്നാണ് ബിജു പറഞ്ഞത്. അതിലൊന്നിലാണ് നമ്മൾ നിൽക്കുന്നത്. ഇവിടെ ധാരാളം തൈകൾ വിൽക്കാൻ തയ്യാറായിട്ടുണ്ട്, മുളച്ചു വരുന്നുണ്ട്, അങ്ങനെ പലതുമുണ്ട്. ഇങ്ങനെ തൈകൾ തയ്യാറാക്കുന്ന എല്ലായിടത്തും ഒരു ഏതാണ്ട് ഒരു രീതിയിലാണ്. ചായക്കപ്പുകളിൽ, നമ്മൾ പ്ലാസ്റ്റിക് കൊണ്ടുള്ള ചായക്കപ്പുകളിൽ കിട്ടുന്ന പോലത്തെ കപ്പുകളിലാണ്. എങ്ങനെയാണ് ഇവിടുത്തെ ഈ പോളി ഹൗസിൽ ഇത് തൈകൾ തയ്യാറാക്കുന്ന രീതി പൊതുവേ? ചായക്കപ്പുകളിലാവുമ്പോൾ മെയിനായിട്ട് നമ്മൾ അതിനകത്ത് കണ്ടുപിടിച്ച ആദ്യം പോട്രയിലായിരുന്നു തൈ ഉണ്ടാക്കിക്കൊണ്ടിരുന്നത്. അപ്പോൾ അത് ട്രാൻസ്പോർട്ടിങ് വരുമ്പോൾ ഭയങ്കരമായ ഡാമേജ് വരുന്നത് കൊണ്ടാണ് സ്വന്തം ഐഡിയ തോന്നി ഇങ്ങനെ ഗ്ലാസ്സിനകത്താക്കി. അപ്പോൾ ഒരു ഗ്ലാസ്സിനകത്ത് പച്ചമുളക് അങ്ങനെയുള്ള തക്കാളിയൊക്കെ പറിച്ചു വെക്കാവുന്ന ഐറ്റങ്ങളൊക്കെ ആകുമ്പോൾ ഒരു 10 തൈ നമുക്കൊരു കസ്റ്റമറിന് കൊടുക്കാൻ സാധിക്കുന്നു. അതിന് നമ്മളിപ്പോൾ ഇവിടെ നഴ്സറിയിൽ ഈടാക്കിക്കൊണ്ടിരിക്കുന്നത് 20 രൂപ മാത്രമാണ്. അപ്പോൾ ആൾക്കാരെ സംബന്ധിച്ച് വിലയും കുറവ്, നല്ല ഹൈബ്രിഡ് തൈകളും കിട്ടുന്നു. അതുപോലെ തന്നെ ഇത് കൊണ്ടു നടക്കാൻ, അതായത് ബസ്സിൽ യാത്ര ചെയ്യുന്നവർക്കായാലും കാറിലാണെങ്കിലും ഇത് കൊണ്ടു നടക്കാനും എളുപ്പം കിട്ടുന്നു. അപ്പം അങ്ങനെ അത് ചകിരിച്ചോറായതുകൊണ്ട് അതിനകത്ത് വേരുകൾക്ക് യാതൊരുവിധ ഷെയ്ക്കും വരാത്തത് കൊണ്ട് തൈകൾ പൂർണ്ണമായും 100% ഉറപ്പോടുകൂടി അവർക്ക് സംരക്ഷിച്ചെടുക്കാൻ സാധിക്കുന്നുണ്ട്. ആവശ്യമുള്ളപ്പോഴെല്ലാം വേണ്ടത്ര നല്ല പച്ചക്കറി തൈകൾ ലഭ്യമാക്കുന്ന ബിജുവിന്റെ സ്ഥാപനത്തിന് കൃഷിവകുപ്പിന്റെയും മറ്റ് വികസന ഏജൻസികളുടെയും നല്ല പ്രോത്സാഹനമാണ് കിട്ടുന്നത്. എല്ലാ ജില്ലകളിലും അതിനേക്കാൾ താഴ്തലങ്ങളിലും ഇത്തരം സ്ഥാപനങ്ങൾ വളർന്നു വരേണ്ടത് കാർഷിക സ്വയം പര്യാപ്തിയിലേക്ക് ഉറ്റുനോക്കുന്ന ഈ നാടിന് ആവശ്യമാണെന്ന് സംശയരഹിതമായി നമുക്ക് സാക്ഷ്യപ്പെടുത്താം. यूरिया का स्वदेशी उत्पादन 70 लाख टन बढ़ाने के लिए 6 उर्वरक संयंत्रों का उद्धार किया जा रहा है। FCIL के गोरखपुर, सिंदरी, तलचर और रामागुंडम संयंत्र, HFCL की बरौनी इकाई और BVFCL की नामरू फोर्थ। सोने पर सुहागा ये है कि देश में अब बनेगा सिर्फ नीम लेपित यूरिया, क्योंकि इससे होगा किसानों का फायदा ही फायदा।
अनाज का उत्पादन 10% तक बढ़ेगा। बढ़ेगी 10 से 15% नाइट्रोजन क्षमता। നമസ്കാരം. ദൂരദർശൻ കാർഷിക വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. മുട്ടക്കോഴി വളർത്തലിൽ പരിശീലനം. കേരള കാർഷിക സർവകലാശാല ഓൺലൈൻ സർട്ടിഫിക്കറ്റ് കോഴ്സിന് അപേക്ഷ ക്ഷണിച്ചു. ജൈവവളങ്ങളുടെ ഉൽപാദനത്തിലും ഉപയോഗത്തിലും പരിശീലനം. വിശദമായ കാർഷിക വാർത്തകളിലേക്ക്. കോട്ടയം ജില്ലയിലെ തലയോലപ്പറമ്പ് മൃഗസംരക്ഷണ പരിശീലന കേന്ദ്രത്തിൽ ഈ മാസം 27, 28, 29 തീയതികളിൽ മുട്ടക്കോഴി വളർത്തലിൽ പരിശീലനം നൽകുന്നു. മുൻകൂട്ടി പേര് രജിസ്റ്റർ ചെയ്യുന്ന 50 കർഷകർക്ക് പരിശീലനത്തിൽ പങ്കെടുക്കാവുന്നതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് 04-829 234323 എന്ന നമ്പറിൽ വിളിക്കുക. കേരള കാർഷിക സർവകലാശാലയുടെ കീഴിലുള്ള ഈ കൃഷി പാഠശാല 3 ഓൺലൈൻ വിദൂര പഠന സർട്ടിഫിക്കറ്റ് കോഴ്സുകളിലേക്ക് അപേക്ഷകൾ ക്ഷണിച്ചു. ജൈവകൃഷി, സസ്യപ്രജനനവും നഴ്സറി പരിപാലനവും, പഴം പച്ചക്കറി സംസ്കരണവും വിപണനവും എന്നിവയാണ് കോഴ്സുകൾ. 6 മാസമാണ് കോഴ്സുകളുടെ ദൈർഘ്യം. 50% മാർക്കോട് കൂടി SSLC അല്ലെങ്കിൽ CBSE 10ാം ക്ലാസ് വിജയമാണ് ഏറ്റവും കുറഞ്ഞ വിദ്യാഭ്യാസ യോഗ്യത. പ്രായപരിധിയില്ല. അപേക്ഷ ലഭിക്കേണ്ട അവസാന തീയതി ഏപ്രിൽ 27 അപേക്ഷാ ഫോമിന് സന്ദർശിക്കാവുന്ന വെബ്സൈറ്റ് www.celkau.in. കൂടുതൽ വിവരങ്ങൾക്ക് 0487 2438567 എന്ന നമ്പറിൽ വിളിക്കുക. ജൈവ കീടനിയന്ത്രണത്തിൽ മിത്ര നിമ വിരകൾക്ക് സ്ഥാനമുണ്ട്. പ്രധാനമായും വേരുതീനി പുഴുക്കൾക്ക് എതിരായിട്ടാണ് മിത്ര നിമ വിരകളെ ഉപയോഗിക്കുന്നത്. ഇടുക്കി മയിലാടുംപാറയിലുള്ള ഇന്ത്യൻ ഏല ഗവേഷണ കേന്ദ്രത്തിൽ നിന്നും കർഷകർക്ക് ഇവ ആവശ്യാനുസരണം ലഭിക്കുന്നതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടേണ്ട വിലാസം ഇന്ത്യൻ കാർഡമം റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്, സ്പൈസസ് ബോർഡ്, മയിലാടുംപാറ, കൈലാസനാട്, ഇടുക്കി. ഫോൺ നമ്പർ 04-868 236263. തിരുവനന്തപുരം കുടപ്പനക്കുന്ന് മൃഗസംരക്ഷണ പരിശീലന കേന്ദ്രത്തിൽ ഈ മാസം 28 തീയതി കാട വളർത്തലിലും മെയ് 5 മുതൽ 7 വരെ ഇറച്ചിക്കോഴി വളർത്തലിലും പരിശീലനം നൽകുന്നു. പരിശീലനം നേടുന്നവർക്ക് സർട്ടിഫിക്കറ്റ് നൽകുന്നതാണ്. പരിശീലനത്തിൽ പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്നവർ മുൻകൂട്ടി പേരുകൾ രജിസ്റ്റർ ചെയ്യേണ്ടതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് 0471 2732 918 എന്ന നമ്പറിൽ വിളിക്കുക. തിരുവനന്തപുരം വെൺപാലവട്ടത്തുള്ള സമേതിയിൽ വെച്ച് നായ്ക്കളുടെ പരിപാലനത്തിൽ 4 ദിവസത്തെ പരിശീലനം നടത്തുന്നു. ജൂൺ 13 മുതൽ 16 വരെയാണ് പരിശീലനം. താൽപര്യമുള്ളവർ ഇനി പറയുന്ന ഫോൺ നമ്പറിലോ ഇമെയിൽ വിലാസത്തിലോ ബന്ധപ്പെടാവുന്നതാണ്. ഫോൺ നമ്പർ 0471 2740440. മറ്റൊരു നമ്പർ 9447 232748. ഇമെയിൽ വിലാസം directorsamedi kerala@gmail.com. ആലപ്പുഴ ജില്ലാ കൃഷിവിജ്ഞാന കേന്ദ്രം ഏപ്രിൽ 29 ജൈവവളങ്ങളുടെ ഉൽപാദനവും ഉപയോഗവും എന്ന വിഷയത്തിൽ പരിശീലനം നൽകുന്നു. ആദ്യം രജിസ്റ്റർ ചെയ്യുന്ന 25 പേർക്കാണ് പരിശീലനം. പരിശീലന ഫീസ് 200 രൂപയാണ്. രജിസ്ട്രേഷനും ബന്ധപ്പെടേണ്ട വിലാസവും ഫോൺ നമ്പരും ഹെഡ് കൃഷിവിജ്ഞാന കേന്ദ്രം CPCRI കായംകുളം 690533. ഫോൺ നമ്പർ 9447 790268. ഇനി കമ്പോള നിലവാരം. വെളിച്ചെണ്ണ കൊച്ചിയിൽ 8700 രൂപ, കോഴിക്കോട് 9300 രൂപ, തൃശൂരിൽ 8750 രൂപ. കൊപ്ര കൊച്ചിയിൽ 5920 രൂപ, കോഴിക്കോട് 5900 രൂപ, തൃശൂരിൽ 6000 രൂപ. കുരുമുളക് അൺഗാർബിൾഡ് 68100 രൂപ, ഗാർബിൾഡ് 71100 രൂപ. ചുക്ക് മീഡിയം 16500 രൂപ, ബെസ്റ്റ് 18000 രൂപ. മഞ്ഞൾ സേലത്ത് 10200 രൂപ, ഈറോഡിൽ 10900 രൂപ. കൊച്ചിയിൽ റബ്ബർ 5ാം ഗ്രേഡ് 13900 രൂപ, 4ാം ഗ്രേഡ് 14300 രൂപ. കോട്ടയത്ത് റബ്ബർ 5ാം ഗ്രേഡ് 14100 രൂപ, 4ാം ഗ്രേഡ്
14,400 രൂപ. കമ്പോള നിലവാരം കൊച്ചി മാർക്കറ്റിൽ. വെളിച്ചെണ്ണ 8,700 രൂപ, കൊപ്ര 5,920 രൂപ, പിണ്ണാക്ക് എക്സ്പെല്ലർ 2,000 രൂപ, റോട്ടറി 2,300 രൂപ, കുരുമുളക് അൺഗാർബിൾഡ് 68,100 രൂപ, ഗാർബിൾഡ് 71,100 രൂപ, ചുക്ക് മീഡിയം 16,500 രൂപ, ബെസ്റ്റ് 18,000 രൂപ, മഞ്ഞൾ നാടൻ 12,000 രൂപ, അടയ്ക്ക പുതിയത് 18,000-നും 19,000-നും മധ്യേ, ജാതിക്ക തൊണ്ടൻ 170-നും 200-നും മധ്യേ, തൊണ്ടില്ലാത്തത് 350-നും 390-നും മധ്യേ, ജാതിപത്രി 500-നും 900-നും മധ്യേ, ഗ്രാമ്പു 760 രൂപ. റബ്ബർ RSS 5 ഗ്രേഡ് 13,900 രൂപ, 4 ഗ്രേഡ് 14,300 രൂപ, ഒട്ടുപാൽ 9,500 രൂപ, ലാറ്റക്സ് 10,000 രൂപ. കമ്പോള അവലോകനം. ഇനി കാലാവസ്ഥ. പ്രധാന നഗരങ്ങളിൽ രേഖപ്പെടുത്തിയ താപനില: കണ്ണൂർ കൂടിയ താപനില 37.3 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 27.6 ഡിഗ്രി സെൽഷ്യസ്. കോഴിക്കോട് 38.2, 28.4. കൊച്ചി 35.2, 28.8. ആലപ്പുഴ 36.6, 29.1. പുനലൂർ 36, 26. തിരുവനന്തപുരം കൂടിയ താപനില 35.2 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 28.1 ഡിഗ്രി സെൽഷ്യസ്. ഇതോടെ ഇന്നത്തെ കാർഷിക വാർത്തകൾ പൂർണ്ണമാകുന്നു. നമസ്കാരം.